ഇറാനുമായി യുദ്ധം ആരംഭിച്ച് ട്രംപ് ഇപ്പോൾ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ യാതൊരു വഴിയുമില്ല. പല രാഷ്ട്രങ്ങളോടും സഹായം അഭ്യർത്ഥിച്ചു. അതിനിടയിൽ രസകരമായൊരു കാര്യം, ഇറാന്റെ നാവികസേന പൂർണ്ണമായും 100% ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിരുന്നു എന്നാണ് ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി ചൈനയടക്കമുള്ള ശത്രു രാഷ്ട്രങ്ങളോട് പോലും സഹായത്തിന് വേണ്ടി യാചിക്കുന്ന സാഹചര്യമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ കൂടുതലും ഉപകരിക്കുന്നത് ചൈന, ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കാണെന്നും അതുകൊണ്ട് നിങ്ങൾ ഇത് തുറക്കാൻ വേണ്ടി അമേരിക്കക്കൊപ്പം നിലനിൽക്കണം, ഞങ്ങളെ സഹായിക്കണമെന്നാണ് ട്രംപ് ഇപ്പോൾ ഈ രാഷ്ട്രങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഇവിടെ ചോദിക്കുന്നത്, ഞങ്ങളുടെ നാവികസേന പൂർണ്ണമായും നശിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ട്രംപ് ഈ രാഷ്ട്രങ്ങളോടൊക്കെ സഹായത്തിന് വേണ്ടി യാചിക്കുന്നത് എന്നാണ്. മാത്രമല്ല 100% നശിച്ചു എന്ന് പറയുന്ന ഇറാന്റെ നാവികസേനയുണ്ടല്ലോ, ആ സേനയുടെ അടുത്തേക്ക് കപ്പൽ അടുപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ട്രംപിനോട് ചോദിക്കുന്നത്. ഇതുവരെ 700 കിലോമീറ്ററോളം ദൂരെയായിരുന്നു അബ്രഹാം ലിങ്കൻ ഉള്ളത് എങ്കിൽ ഇപ്പോൾ എന്തിനാണ് 300 കിലോമീറ്റർ കൂടെ ദൂരം അപ്പുറത്തേക്ക് നീങ്ങിയത് എന്നും ഇറാന്റെ നാവികസേന ട്രംപിനോട് ചോദിക്കുകയാണ്. അതൊന്നുമല്ല രസകരമായ കാര്യം, ഇപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായ വാണിംഗുമായി, മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ നാറ്റോയോട് പറയുന്നത്, വെരി ബാഡ് ഫ്യൂച്ചർ ഇഫ് അലീസ് ഡോണ്ട് ഹെൽപ്പ് US അഗെയിൻസ്റ്റ് ഇറാൻ. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള നീക്കത്തിൽ ഞങ്ങളുടെ സഖ്യരാഷ്ട്രമായ യൂറോപ്പ് ഞങ്ങളെ സഹായിച്ചിട്ടില്ല എങ്കിൽ വെരി ബാഡ് ഫ്യൂച്ചർ എന്നാണ്, വളരെ മോശം ഭാവിയാണ് അവർക്ക് വരാൻ നിൽക്കുന്നത് എന്നാണ്. എത്ര ക്ഷീണിച്ചാലും കട്ടിലിൽ കിടക്കുമ്പോഴും ഭീഷണിക്ക് ഒരു കുറവുമില്ല എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. എന്നാൽ ഇവിടെ കൗതുകകരമായ കാര്യം, ചൈന ഇപ്പോൾ പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ കഴിയില്ലെങ്കിൽ ആരംഭിച്ച യുദ്ധം നിർത്തിപ്പോവാനാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ കഴിയാതെ ക്ഷീണിച്ച ട്രംപിന് സഹായിക്കാൻ നിൽക്കുകയല്ല ഞങ്ങളുടെ ജോലി എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ട്രംപ് ബ്രിട്ടനെയും പേരെടുത്ത് വിമർശിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സഹായത്തിന് ആവശ്യപ്പെടുമ്പോൾ ബ്രിട്ടൻ വിമുഖത കാണിച്ചു. ഞങ്ങൾ ജയിച്ച സമയത്താണ് സന്നദ്ധത ബ്രിട്ടൻ അറിയിച്ചത്. നിങ്ങൾ ഇപ്പോൾ സഹായത്തിന് വരേണ്ടെന്ന് അവരോട് പറഞ്ഞു എന്നിങ്ങനെ തുടങ്ങി ബ്രിട്ടനെതിരെയും അതുപോലെ ഫ്രാൻസിനെയൊക്കെ പേരെടുത്ത് ട്രംപ് വിമർശിച്ചിരിക്കുകയാണ്. കാരണം ട്രംപിന്റെ കൂടെ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ പോയാൽ അങ്ങോട്ട് തിരിച്ച കപ്പൽ തിരിച്ചു പോരാൻ ഉണ്ടാവുകയില്ലെന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കറിയാം. ഈ കാര്യം ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇവരെ എല്ലാം പിടിച്ച് ഈ ആഴക്കടലിൽ മുക്കാൻ വേണ്ടി ട്രംപ് തീരുമാനിച്ചത്. തോറ്റത് ഞാൻ മാത്രമല്ല, പലരും തോറ്റിട്ടുണ്ട് എന്ന തോൽവിയിൽ എല്ലാവരെയും പങ്കാളികളാക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഒരുപക്ഷെ ഈ ട്രംപിനുണ്ടാവുക. എന്തായാലും അമേരിക്കൻ നാവികസേനയ്ക്ക് ഇറാന്റെ അടുത്തുപോലും കടലിൽ അടുക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് എന്ന് ഈ റിപ്പോർട്ടുകളിൽ നിന്നെല്ലാം ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ട്രംപ് ഒരു പെരും കളവ് പറയുന്ന നുണയനാണ് എന്ന് ലോകം പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുപോലുള്ളൊരു നുണ മാത്രമാണ്. ഇറാന്റെ സൈനിക സംവിധാനങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു, ഇല്ലാതായി പോയിരിക്കുന്നു, അവരെയെല്ലാം ഞങ്ങൾ മൂക്കിൽ വലിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ട്രംപ് സാധാരണ പറയുന്നത്. ഇതൊക്കെ സാധാരണ പഠിച്ചു വെച്ച പല്ലവിയാണെന്നും ഇറാനുമായി ഇത്തരം പ്രസ്താവനകൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ ഞങ്ങൾ തൂത്തെറിഞ്ഞു, ഞങ്ങൾ അതെല്ലാം തകർത്തെറിഞ്ഞു, ഇതൊക്കെ ട്രംപ് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്രംപിന്റെ ഈ പ്രസ്താവന തീരും മുമ്പേ ടെല്ലബീബിലും അതുപോലെ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളിലുമൊക്കെ മിസൈൽ തുരുതുരാ മഴ പോലെ വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ ഓസ്ട്രേലിയ തുടങ്ങി നിരവധി രാഷ്ട്രങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായാഭ്യർത്ഥന ഇപ്പോൾ നിരസിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ഹോർമുസ് കടലിടുക്കിൽ ട്രംപ് ചെയ്യാൻ പോകുന്നത്?